മക്കളെ, നമുക്ക് പരീക്ഷയ്ക്ക് നിരന്തരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് മുഖപ്രസംഗം തയ്യാറാക്കുക അല്ലെങ്കിൽ എഡിറ്റോറിയൽ തയ്യാറാക്കുക എന്നത്. അപ്പൊ മുഖപ്രസംഗം എന്നെല്ലാം കാണുമ്പോൾ നമുക്കൊരു ഡൗട്ട് അടിക്കും, ഇത് എന്താ, ഇത് പ്രഭാഷണമാണോ പ്രസംഗമാണോ എന്നൊക്കെ. അല്ല മക്കളെ, എഡിറ്റോറിയലിന്റെ മലയാളമാണ് മുഖപ്രസംഗം എന്ന് പറയുന്നത്. അതായത് പത്രങ്ങളിൽ വരുന്നതാണ് എഡിറ്റോറിയൽ കോളം. എഡിറ്ററുടെ അഭിപ്രായമാണ് എഡിറ്റോറിയൽ കോളം അഥവാ മുഖപ്രസംഗം എന്ന് പറയുന്നത്. അതിന് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഒന്നാമത്, ഉചിതമായിട്ടുള്ള തലക്കെട്ട് നമ്മൾ നിർബന്ധമായിട്ടും ഒരു മുഖപ്രസംഗത്തിന് അല്ലെങ്കിൽ എഡിറ്റോറിയലിന് ഉണ്ടായിരിക്കണം. പ്രത്യേക മാർക്കുണ്ട് മക്കളെ. രണ്ടാമത്തത്, വിഷയം ഉൾക്കൊള്ളിക്കണം. എന്താണോ വിഷയം അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിരിക്കണം. പിന്നെ സമൂഹത്തിന്റെ മനോഭാവം വിശകലനം ചെയ്യണം. ഒരു വിഷയത്തിന്റെ മുകളിൽ സമൂഹത്തിനുള്ള മനോഭാവം എന്താണ് അത് വ്യക്തമാക്കണം. കാരണങ്ങളും പരിഹാര മാർഗങ്ങളും അവതരിപ്പിക്കണം. ഇത് ഇപ്പൊ ഒരു പാരിസ്ഥിതിക പ്രശ്നമാണെങ്കിൽ അതിന്റെ കാരണങ്ങൾ എഴുതണം, അതിന്റെ പരിഹാര മാർഗങ്ങളും നിങ്ങൾ നിർദ്ദേശിക്കണം. പിന്നെ വിഷയം കേന്ദ്രീകരിച്ച് അവതരിപ്പിക്കണം. വിഷയത്തിൽ നിന്ന് തെന്നി മാറിപ്പോരുത്. ഉചിതമായിട്ടുള്ള തുടക്കം വേണം, അതിന്റെ വളർച്ച വേണം, ഒടുക്കവും വേണം. മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ആശയ വ്യക്തതയോടുകൂടി ഇത് ആവിഷ്കരിച്ചിരിക്കണം. ഇത്രയൊക്കെ ആയാൽ നമുക്ക് 7 മാർക്കാണ് കിട്ടുന്നത്.